മാത്യു കുഴൽനാടനാണ് ആദ്യം വെടിപൊട്ടിച്ചത്. മുസ്ലിം ലീഗ് ഈ കാര്യത്തിൽ ഇടപെടരുത്, മുസ്ലിം ലീഗിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടുന്നില്ല എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇടപെടുന്നില്ല, ആര് മന്ത്രിയാകണം, ആര് നേതാവാകണം എന്ന കാര്യത്തിൽ കോൺഗ്രസ് അഭിപ്രായം പറയുന്നില്ല. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ കാര്യത്തിലും മുസ്ലിം ലീഗ് ഇടപെടരുത്. UDF-ൽ ഒരു പ്രോട്ടോകോൾ ഉണ്ട്, അതനുസരിച്ച് എല്ലാവരും പ്രവർത്തിക്കണം. പ്രോട്ടോകോൾ അനുസരിക്കാൻ കോൺഗ്രസിനെ പോലെ തന്നെ മുസ്ലിം ലീഗിനും ഉത്തരവാദിത്വമുണ്ട് എന്ന് പറഞ്ഞത് മാത്യു കുഴൽനാടനാണ്. ഇപ്പോഴിതാ MM ഹസനും ആഞ്ഞടിച്ചിരിക്കുന്നു. കേൾക്കാം MM ഹസന്റെ വാക്കുകൾ. അല്ല, ഘടകകക്ഷികൾക്ക് ഇതിൽ വലിയ കാര്യമില്ല. എന്താണെന്നറിയാമോ, കോൺഗ്രസിന്റെ ലീഡർ ആരാണെന്നുള്ളത് കോൺഗ്രസ് ആണ് തീരുമാനിക്കുന്നത്. ഘടകകക്ഷികളല്ലല്ലോ പാർലമെന്ററി പാർട്ടി ലീഡറെ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഈ 3 പേരുടെ കാര്യത്തിലും അഭിപ്രായങ്ങൾ വരുന്നുണ്ടല്ലോ, അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പാർട്ടി ഒരു തീരുമാനം എടുക്കും. സോഷ്യൽ മീഡിയ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിക്കൂ. ഇപ്പൊ ഞങ്ങളെല്ലാം വിളിച്ചിരിക്കുന്നു, ഞങ്ങളുടെ എല്ലാം അഭിപ്രായം ചോദിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനം ഞങ്ങളെല്ലാവരും അംഗീകരിക്കുമെന്ന് ബന്ധപ്പെട്ടവരെല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ. മാത്യു കുഴൽനാടൻ താരതമ്യേന ജൂനിയറായ നേതാവാണ് കോൺഗ്രസ്. എന്നാൽ MM ഹസൻ അങ്ങനെയല്ല, മുതിർന്ന നേതാവാണ്, UDF കൺവീനറായിരുന്നു, KPCC പ്രസിഡന്റായിരുന്നു, മുൻ മന്ത്രിയാണ്. അങ്ങനെയൊക്കെയുള്ള കോൺഗ്രസിലെ തലമുതിർന്ന നേതാവായ MM ഹസനും മുസ്ലിം ലീഗിൻ്റെ മേൽ കുതിര കയറാൻ തുടങ്ങിയിരിക്കുന്നു. മാത്യു കുഴൽനാടനാണ് ആദ്യം കയറിയത്, ഇപ്പോഴിതാ MM ഹസനും കയറിയിരിക്കുന്നു. അവിടെയും നിൽക്കുന്നില്ല. KSUവിൻ്റെ ഫറൂഖ് കോളേജ് യൂണിറ്റ് കമ്മിറ്റി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾക്കെതിരെ പ്രമേയം പാസാക്കിയിരിക്കുന്നു, പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. ഒരു കഷ്ണം പേപ്പറും കൊണ്ടുവന്ന് വായിച്ച് തക്ബീറും മുഴക്കി പോയിട്ട് തീരുമാനം പറയുന്നത് പോലെയല്ല കോൺഗ്രസിലെ കാര്യങ്ങൾ. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്, അതുകൊണ്ട് അതിൽ കയറി ഇടപെടേണ്ട എന്ന് പറഞ്ഞത് KSU യൂണിറ്റ് കമ്മിറ്റിയാണ്. അവിടെയും നിന്നില്ല. KSUവിൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി വളരെ രൂക്ഷമായ ഭാഷയിൽ മുസ്ലിം ലീഗിനെതിരെയും MSF-നെതിരെയും രംഗത്ത് വന്നു. VD സതീശിന് വേണ്ടി ദില്ലിയിൽ MSF-കാരെ ഇറക്കി മുദ്രാവാക്യം വിളിപ്പിച്ചത് അതിന് പിറകിൽ മുസ്ലിം ലീഗാണ്, മുസ്ലിം ലീഗിൻ്റെ രാജ്യസഭാ MP ഹാരിസ് ബീരാനാണ് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. VD സതീശിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചു, നല്ലത് തന്നെ, നടക്കട്ടെ. പക്ഷേ സണ്ണി ജോസഫിന് എതിരെയും വിളിച്ചു മുദ്രാവാക്യം. അപ്പോഴാണ് പ്രശ്നമായത്. NSUI-യുടെ എന്ന് വെച്ചാൽ KSUവിൻ്റെ ദേശീയ നാമമാണ് NSUI. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രസ്താവനയുമായി രംഗത്ത് വന്നു എന്ന് വെച്ചാൽ ആർക്കും കയറി മേയാനുള്ള അവസ്ഥയിലായിരിക്കുന്നു ഇന്ന് മുസ്ലിം ലീഗ് എന്നർത്ഥം. അപ്പോഴാണ് മുസ്ലിം ലീഗ് യോഗം വിളിച്ചു ചേർക്കുന്നത്. നാളെ പൊട്ടിത്തെറിക്കുമെന്നാണ് കേൾക്കുന്നത്. എന്ത് പൊട്ടിത്തെറിക്കാൻ എന്ന ചോദ്യം കോൺഗ്രസ് നേതാക്കൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അധികം പൊട്ടിത്തെറിച്ചാൽ പുറത്തു പോകേണ്ടി വരും. UDF-ൽ ഇപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ആവശ്യമില്ല എന്ന ചർച്ച പോലും കോൺഗ്രസിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. മുസ്ലിം ലീഗ് ഇല്ലാതെ തന്നെ 5 വർഷം സുഖമായി ഭരിക്കാനുള്ള ശേഷി UDF-നുണ്ട്, 80 സീറ്റുണ്ട് എന്നാണ് KC വേണുഗോപാൽ പക്ഷം തുറന്നടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മുസ്ലിം ലീഗ് പറയുന്നതൊന്നും വലിയ കാര്യമാക്കേണ്ടതില്ല എന്ന് പറഞ്ഞു കോൺഗ്രസ് നേതാക്കൾ തന്നെ. അതൊക്കെയാണ് MM ഹസന്റെ വാക്കുകളിലും മാത്യു കുഴൽനാടൻ്റെ വാക്കുകളിലും KSUവിൻ്റെ വാക്കുകളിലൊക്കെ നാം കണ്ടത്. ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കാനാണ് മുസ്ലിം ലീഗ് യോഗം ചേരുന്നത് എന്നാണ് അറിയുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സ്ഥിതിഗതികൾ ചർച്ച ചെയ്യും. ആര് മുഖ്യമന്ത്രിയാകണം എന്നതിനെക്കുറിച്ചുള്ള നിലപാട് അത് കൃത്യമായും ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുമോ മാറ്റം വരുത്തുമോ, ഇതൊക്കെയാണ് ഇനി അറിയാനുള്ളത്. കർണാടകയിൽ നിന്ന് മന്ത്രി വന്ന് പാണക്കാടെത്തി, പാണക്കാട് തങ്ങളെ കണ്ടിട്ടുണ്ട്. KC വേണുഗോപാലിന് വേണ്ടിയിട്ടാണ് വന്നത് എന്ന വാർത്തകളും വരുന്നുണ്ട്. നിലപാട് മാറ്റിയോ മുസ്ലിം ലീഗ്? അതല്ല, KC വേണുഗോപാലിനെ തള്ളി VD സതീശിന് വേണ്ടി ഉറച്ചു നിൽക്കുമോ മുസ്ലിം ലീഗ്? ഇതൊക്കെയാണ് നാളെ അറിയാനുള്ളത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ മുകളിലേക്ക് ആരും കുതിര കയറണ്ട എന്ന് പറയുമോ എന്നതൊക്കെ അറിയാനുണ്ട്. ഇതിനിടയിലാണ് PMA സലാം മറ്റൊരു വെടി പൊട്ടിച്ചത്. ഒറ്റയ്ക്ക് ഭരിക്കാൻ കോൺഗ്രസിന് കഴിയുമെങ്കിൽ ഭരിച്ചു കാണിക്കട്ടെ എന്ന് വെല്ലുവിളിക്കുകയാണ് കോൺഗ്രസിനെ മുസ്ലിം ലീഗ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ ശേഷിയുണ്ടോ? ഉണ്ടെങ്കിൽ കാണിക്കൂ, ഞങ്ങൾ മാറി നിന്ന് തരാം എന്ന് പറയുന്നതിന് തുല്യമാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിൻ്റെ വാക്കുകൾ. എന്ന് വെച്ചാൽ കോൺഗ്രസിലെ തമ്മിലടി UDF-ലേക്കും വരുന്നു. മുസ്ലിം ലീഗ് കോൺഗ്രസിനെതിരെ രംഗത്ത് വരുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. UDF-ൽ ഐക്യമില്ല, ടീം UDF പൊളിഞ്ഞ് തരിപ്പണമായി കിടക്കുന്നു. അതോടൊപ്പം കോൺഗ്രസ് ആണെങ്കിൽ തമ്മിൽ തല്ലി മരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. ഇതുവരെയും മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ സർക്കാർ ഉണ്ടാക്കാൻ പോലും കഴിയാതെ സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു കോൺഗ്രസ് എന്നർത്ഥം. അതിനെതിരെയൊക്കെ
മുസ്ലിം ലീഗ് 4 വാക്ക് പറയുമോ നാളെ യോഗം ചേർന്ന് എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്.